ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ വീട്ടിലോട്ട് വന്നേ ഉള്ളൂ. വീണ്ടും ഞാൻ ഹോസ്റ്റലിലോട്ട് പോവാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് എക്സാമാണ്. അപ്പം ഇന്നലെ പോകാമെന്ന് വെച്ചപ്പോൾ ഇന്നലെ നമുക്ക് ഹോസ്റ്റൽ തുറന്നിടത്തില്ലെന്ന് മിസ്സുമാരൊക്കെ പറഞ്ഞായിരുന്നു. കാരണം നമുക്കിനി സെമസ്റ്റർ ക്ലാസ് 1-ാം തീയതി ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ആ ഹോസ്റ്റൽ തുറക്കില്ല എന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലത്തെ ട്രെയിനിൽ കയറി തന്നെ പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് പോകാനുള്ള ട്രെയിൻ 6:15 പക്ഷേ ഞാൻ ഇവിടുന്ന് നേരത്തെ ഇറങ്ങി. കാരണം കുറച്ച് ദൂരമുണ്ട്, ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൊച്ചിച്ചൻ്റെ ഓട്ടോയൊക്കെ പിടിച്ചാണ് ഞാൻ പോയത്. അങ്ങനെ ഒരു 5:30 ആയപ്പോൾ തന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. ഞാൻ എപ്പോൾ പോയാലും ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ നോക്കുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കണമല്ലോ. സാധാരണ എപ്പോഴും ഹോസ്റ്റലിലോട്ട് പോകാൻ നേരത്ത് എന്നെ കൊണ്ടുവിടാൻ അച്ഛൻ കൂടെ വരുമായിരുന്നു. പക്ഷേ ഈ വട്ടം അച്ഛൻ വന്നിട്ടില്ലായിരുന്നു. രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും കോട്ടയം എത്തിയിട്ടുണ്ടായിരുന്നു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കോട്ടയം ബസ് സ്റ്റാൻഡിലോട്ട് പോയി. എന്നിട്ട് നേരെ കുമളി ബസ്സിൽ കയറി. ഒറ്റയ്ക്കായതുകൊണ്ട് നല്ല ബോറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊരു പപ്സും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം ഇടുക്കിയിലെത്തി. എപ്പോഴത്തെയും പോലെ ഇടുക്കിയിലെ മെയിൻ തേയിലത്തോട്ടമാണല്ലോ. നമ്മുടെ എവിടെ നോക്കിയാലും തേയിലത്തോട്ടം ആയതുകൊണ്ട് കണ്ട് ഇപ്പം തേയിലത്തോട്ടത്തിനൊന്നും ഒരു വിലയില്ലാതായി. പക്ഷേ ഇപ്പോഴും ടൂറിസ്റ്റ് ബസ്സൊക്കെ പിടിച്ച് കുറേ പേര് ഇങ്ങോട്ട് വരുന്നത് തന്നെ തേയിലത്തോട്ടം കാണാനായിട്ട്. അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കെത്തേണ്ട സ്ഥലം എത്തിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഗ്യാങ് അല്ല ഇവിടെ തന്നെ ഉണ്ട്. പിന്നീട് അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കോളേജിലോട്ടേക്ക് പോയി. ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കോളേജിൽ വന്നപ്പോൾ ഇന്ന് എക്സാം ഇല്ലയെന്ന്. എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെ നിന്ന് ബൈൻഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ബൈൻഡൊക്കെ ചെയ്ത് നമ്മുടെ റെക്കോർഡിൽ സൈനൊക്കെ മേടിച്ച് കുറച്ച് വർക്കും കൂടെ ഉണ്ടായിരുന്നു.